നമ്മളെന്തോ നോക്കിക്കൊണ്ടിരുന്നത്, അതായത് കഴിഞ്ഞ മാസം ജൂലൈ 26 CPOയുടെ എക്സാമിൽ നടന്ന കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ആദ്യത്തെ 10 നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 11ാമത്തെ ചോദ്യം തൊട്ടാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. 11ാമത്തെ ചോദ്യമായിരുന്നു, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? ഓപ്ഷൻ തന്നേക്കുന്നത് ഹൗറ പാലം, ചെനാബ് പാലം, പാമ്പൻ പാലം, ഗോദാവരി പാലം. ഇതിലേതാണ് ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം? അതിൽ ഓപ്ഷൻ ബി ചെനാബ് പാലം 359 മീറ്ററാണ്. 2022-23 അതിൻ്റെ പണി കഴിപ്പിച്ചേക്കുന്നത്. അടുത്ത ചോദ്യം, സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണെന്നുള്ളതാണ്. ഓപ്ഷൻ തന്നിരിക്കുന്നത് വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, സാമൂഹ്യ പ്രതിരോധം, ട്രാൻസ്ജെൻഡർ ആണ് അതിൻ്റെ ഗുണഭോക്താക്കൾ. ഓക്കെ. അടുത്തത്, കേരള സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻസ് മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, ചീഫ് സെക്രട്ടറി, ഗവർണർ. മുഖ്യമന്ത്രി ശരിയാണ്. അടുത്ത ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? ഓപ്ഷൻസ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന ഗവൺമെൻറ്, തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത്. ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ഓപ്ഷൻ പറയാം. ആശാ ശോഭന, സ്മൃതി മന്ദാന, മിന്നു മണി, ഹർമൻപ്രീത് കൗർ. ആശാ ശോഭന. ഓക്കെ. എംഫിസീമ എന്നത് ഏത് അവയവത്തെ ബാധിക്കുന്ന ജീവിതശൈലി രോഗമാണ്? ഓപ്ഷൻ ശ്വാസകോശം, കരള്, ഹൃദയം, മസ്തിഷ്കം. ശ്വാസകോശമാണ്. അടുത്ത ചോദ്യം, ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ പറയാം. മെലാറ്റോണിൻ, തൈറോക്സിൻ, ഓക്സിറ്റോസിൻ, അഡ്രിനാൽ. ഉറക്കത്തിന് സഹായിക്കുന്നത് മെലാറ്റോണിൻ. അപ്പോൾ തൈറോക്സിൻ എന്തിനാണ് സഹായിക്കുന്നത്? ശരീരമാറ്റത്തിന്. ഓക്സിറ്റോസിൻ പ്രസവം, മുലയൂട്ടൽ. അഡ്രിനാൽ ഉത്തേജനത്തിന് സഹായിക്കുന്ന ഹോർമോൺ. ഓക്കെ, ഇപ്പം നമ്മൾ 4 പഠിച്ചു. അടുത്തത്, തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? ഓപ്ഷൻ പറയാം. കാൽസ്യം, മഗ്നീഷ്യം, അയോഡിൻ, സോഡിയം. അയോഡിൻ. രോഗങ്ങളും അവയുടെ രോഗാണുക്കളും തന്നിരിക്കുന്ന തെറ്റായ ജോഡി ഏതാണെന്ന് പറയണം. ഓപ്ഷൻ പറയാം. എ പ്രോട്ടോസോവ മലമ്പനി, ബി ബാക്ടീരിയ ക്ഷയം, സി വൈറസ് ന്യൂമോണിയ, ഫംഗസ്. ഓപ്ഷൻ സി വൈറസ് ന്യൂമോണിയ. ന്യൂമോണിയ ബാക്ടീരിയ കാരണം വരുന്ന രോഗമാണ്. ഓസോൺ പാളിയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഒന്നാമത്തെ പ്രസ്താവന, ഓസോൺ പാളിയുടെ ഭൂരിഭാഗവും ട്രോപ്പോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അല്ല, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഏറ്റവും കൂടുതൽ ഭാഗം കാണപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഏറ്റവും കൂടുതൽ ഭാഗം കാണപ്പെടുന്നത്. അടുത്തത്, ക്ലോറോഫ്ലൂറോ കാർബണുകൾ CFCs ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. അത് ശരിയാണ്. ശരിയല്ലേ? അത് ആണ്. സൂര്യൻ്റെ അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. അതും ശരിയാണ്.
സൂര്യൻ്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. അതും ശരിയാണ്. ഈ 3 ഓപ്ഷൻ തന്നതിൻ്റെ അകത്ത് രണ്ടാമത്തെ മൂന്നാമത്തെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. നമ്മൾ അടുത്തൊരു 10 ചോദ്യമാണ് നോക്കിയേക്കുന്നത്. ഇത്രയല്ലേ നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. ഓക്കെ, ഓല്ലേ ഒരു 10 കൂടി പറഞ്ഞിട്ട് പോയി. ഇനി പഠിക്കണമെന്നൊന്നുമില്ല.